10 മുതൽ 15 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നിരന്തരമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ പറയുക എയർപോർട്ടിൽ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെക്കിങ്ങിൽ പിടിച്ചു നിർത്തുക. എന്നാൽ ആ കേസുകളിലൊക്കെ തന്നെ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യും. എന്തായിരുന്നു ആളുകൾക്ക് അദ്ദേഹത്തിനോടുണ്ടായിരുന്ന ആ വൈരാഗ്യം? പേഴ്സണലായി സംസാരിച്ചിട്ടുണ്ട്? എനിക്കില്ല, അങ്ങനെ നമ്മൾ സംസാരിക്കാറില്ല. അങ്ങനെ പേഴ്സണൽ ചോദിക്കും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഒരു പ്രശ്നങ്ങൾ വരികയാണ് തന്നെ, എനിക്കറിയത്തില്ല. എയർപോർട്ടിൽ വിഷയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന വഴിക്കാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞാനാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഞാനുണ്ട്, ഷിബു എന്ന് പറഞ്ഞൊരാളുണ്ട്, മണിച്ചേട്ടൻ. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് ഷോ കഴിഞ്ഞ് വരിക. ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു കസ്റ്റംസിലൊരു സാറ്, എന്താ മണി കയ്യിൽ വലിയ വളയൊക്കെ ഉണ്ടല്ലോ, സ്വർണ്ണക്കടത്താണോ? അന്ന് സ്വർണ്ണക്കടത്തിൻ്റെ സമയം. അങ്ങനെ എന്താ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ലഗേജ് എടുക്കാൻ നിൽക്കുന്നു. അത് ആ മണിച്ചേട്ടൻ്റെ ചുറ്റും ആൾ കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് അവരുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടോ എന്തോ വന്നപ്പോഴാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ചോദ്യം. പിന്നെ അത് മണിച്ചേട്ടൻ ആണോ എന്നാ നോക്കിയോ എന്ന് പറഞ്ഞിട്ട്, സ്വർണ്ണക്കടത്താണോ നോക്കിയോ എന്ന് പറഞ്ഞിട്ട്, ഞാൻ കൊണ്ടുപോയത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വളയം ഊരി കൊടുത്തു. അതാണ് ആ ഇഷ്യൂയിലേക്ക് മാറിയത്. അദ്ദേഹം ഒരു കാഷ്വലായിട്ട് ചോദിച്ചു, ഇദ്ദേഹം കാഷ്വലായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ അത് ആകെ പുലിവാലായി. പിന്നെ ലാസ്റ്റ് അതൊക്കെ കോംപ്രമൈസ് ആയി. കാരണം കോംപ്രമൈസ് അല്ല, അത് മണിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. വളയൂരി എറിഞ്ഞു, ഒറ്റ തല്ലാൻ പോയി, പിടിക്കാൻ പോയി. അവിടെ നടന്ന കാര്യം അതാണ്. പുള്ളിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ടാണ് പുള്ളി ആദ്യം ഇറങ്ങിയത്. അവിടെ ഞാൻ ഇവിടെ ടോയ്ലറ്റിൽ പോകാമെന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്ക് പാടിയിൽ പോയിട്ട് പോകാമെന്നും പറഞ്ഞിട്ടാണ്, പെട്ടെന്ന് ലഗേജ് എടുത്തു പോകാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോഴും ശിവ തൊട്ട് പുറപ്പോഴും ഞാൻ ലഗേജ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം അവിടെ ആവുന്നത്. എന്നിട്ട് ഞാൻ രണ്ടാമത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, സാറേ വള തരിക. ഇനി വള തരാൻ പറ്റില്ല, ഇനി ഇതായി ക്യാമറ ഉണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് മണിച്ചേട്ടൻ ഇങ്ങനെ ഊരി, എന്നാൽ സാറ് നോക്കിയോ എന്ന് പറഞ്ഞാൽ അതാണ് എറിഞ്ഞു എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇത് മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുകയാണ്. അതിനുശേഷം ഈ എയർപോർട്ട് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ആ വള പിടിച്ച് ഈ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വള ഇങ്ങനെ മറ്റേ കേസെല്ലാം കഴിഞ്ഞിട്ട് ആ വള പിടിച്ച് വരുന്നൊരു വിഷ്വലും ഉണ്ടായിരുന്നു. അതെ. എന്താ അല്ല, അതൊക്കെ ആ സമയത്തെ ഓരോ പ്രശ്നങ്ങൾ, ചെറിയ കാര്യങ്ങളാണ്. അത് മണിച്ചേട്ടൻ പ്രതികരിക്കേണ്ടോടത്ത് എന്തായാലും പ്രതികരിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ മണി സ്വർണം കടത്തുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാറ് നോക്കിയോ സ്വർണം കടത്താണോ എന്ന് നോക്കിയോ, അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയത് തന്നെ എന്ന് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞുള്ളൂ. നോക്കിയോ എന്ന് പറഞ്ഞാൽ ഊരി കൊടുത്തില്ലേ, ഊരി ഇങ്ങനെ ടേബിളിലേക്ക് വെച്ച് കൊടുത്തില്ലേ, അതാണ് ഈ എറിഞ്ഞു എന്ന് പറയുന്നത്. പ്രതികരണശേഷി അങ്ങനെ അത് അവസാന നിമിഷം വരെ പുള്ളി, അതാരായാലും പുള്ളി പ്രതികരിച്ചേ പറ്റുള്ളൂ. പുള്ളി പ്രതികരിക്കും, വേറെ ആരും സാരല്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും പോവില്ല. അടിച്ചിടം പ്രത്യേകിച്ച് പോവില്ല. അത് പ്രതികരിച്ച് പറഞ്ഞു കൊടുത്തിട്ടേ പോകുള്ളൂ. അതൊരു ധൈര്യം തന്നെയാണ് ആള്. നമുക്കൊക്കെ ഒരു ധൈര്യമായിരുന്നു. ചേട്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ല. ചേട്ടൻ സ്റ്റേജിലേക്ക് എത്തുന്നോടം വരെയുള്ള ടെൻഷനേ ഉള്ളൂ നമുക്ക്. ഷൂട്ടിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടി എത്തുന്നോടം വരെയുള്ള ടെൻഷനേ ഉള്ളൂ. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി, പിന്നെ ആൾ നോക്കിക്കോളും. ഈ പാടി എന്ന സ്ഥലം, അവിടെയുള്ള നിങ്ങളുടെ ഉണ്ടായിരുന്ന സങ്കേതങ്ങൾ, നിങ്ങളുടെ സൗഹൃദങ്ങൾ, തമാശകൾ, പാട്ടുകൾ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനത്തെ സൗഹൃദ സദസ്സുകൾ ഒരുപാട് നടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതായത് കൂട്ടുകാരൊത്ത് കൂടുന്നുണ്ട്. ഇപ്പം ഞാൻ പ്രസീത ചാലക്കുടി എന്നുള്ളൊരു കലാകാരി ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു അവരുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ പാട്ടും തമാശകളൊക്കെ നമുക്ക് കേൾക്കാം എന്നുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ ഒരുപാട് ആസ്വദിച്ചൊരു സ്ഥലമാണ് ഈ പാടി എന്ന് പറയുന്നത്. പിന്നെ ഈ പാടി എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത് തന്നെ ഭയങ്കര ഒരു ഭയം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയ സമയമില്ലേ? ഭയം ഒന്നും ഉണ്ടാക്കില്ല. നമുക്ക് പാടി എന്താണെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അതിൽ ചാലക്കുടി അങ്ങ് എത്തുമ്പോൾ, അങ്കമാലി കഴിഞ്ഞ് ചാലക്കുടിയിലേക്ക് കയറുമ്പോൾ നമ്മൾ അറിയാണ്ട് ആ പാലം കയറുമ്പോൾ തന്നെ അങ്ങോട്ട് നോക്കിപ്പോകും. ഇപ്പോഴും നോക്കും. അവിടെ പാടി, ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കാണാമായിരുന്ന പാടി, പാലത്തെ കൂടെ പാസ് ചെയ്യുമ്പോൾ ചെണ്ട പാടി, അവിടെ ഉണ്ടോ പാടി, അത് ആരും അറിയാണ്ട് പറഞ്ഞു പോകും നമ്മൾ. ആ പാടി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് നടത്തി, ഇപ്പം ഞങ്ങളങ്ങോട്ട് ആരും പോകാറില്ല. പക്ഷേങ്കിൽ ആ പാടിയുടെ ഒരു പണ്ടുണ്ടായിരുന്ന പാടി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ പാടിയായിട്ട് തന്നെയുണ്ട്. അവിടെ മണിച്ചേട്ടനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കുക്കിങ്ങും കാര്യങ്ങളും പാട്ടും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും. ഒരു വിഷമമുണ്ട്. പക്ഷെ അതിനൊരു ഉന്മാദത്തിന്റെ കേന്ദ്രമാക്കിയിട്ട് ആ മാർച്ച് മാസം മുഴുവനും പല വാർത്തകളിൽ വന്നപ്പോൾ അതൊന്ന് സ്ഥിരീകരിക്കണം, അതൊന്ന് ഇതല്ലായിരുന്നു അവസ്ഥ, അവിടുത്തെ അവസ്ഥ എന്ന് പറയണം എന്ന് തോന്നിയിട്ട് കാര്യമില്ല. നമുക്ക് പറയാൻ പറ്റില്ല. വോയിസ് ഇല്ലായിരുന്നു. വോയിസിന്റെ മാത്രം നമ്മൾ ഒരാളായി പോകും, ഒറ്റയ്ക്കായി പോകും. മറ്റെല്ലാം ആക്രമിക്കാൻ നിൽക്കുകയാണ്. കാരണം വലിയൊരാളാണ് പോയേക്കുന്നത്, കൂട്ടുകാരാണ് അത് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ളൊരു പേരൊക്കെ വന്നേക്കല്ല. അപ്പം പിന്നെ നമുക്കവിടെ പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ദൈവം അത് തെളിയിക്കേണ്ട സമയത്ത് തെളിയിക്കേണ്ട ആൾക്കാർ തെളിയിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആർക്കും ശബ്ദവും മിണ്ടവും വേണ്ട. ഇപ്പോൾ മണിച്ചേട്ടൻ്റെ പേരിൽ മറ്റേ എന്താ പറയുക, ഫെസ്റ്റിവൽ നടത്തുക, ഫൗണ്ടേഷൻ നടത്തുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അനിയൻ RLV രാമകൃഷ്ണൻ, അദ്ദേഹം പ്രൊഫസർ ആവാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു ഈ അടുത്ത്. അദ്ദേഹം വലിയ വിഷമഘട്ടത്തിലൂടെ കടന്നു പോവുകയും സപ്പോർട്ട് എല്ലാ ഭാഗത്തു നിന്നും വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറയുമായിരുന്നു, എനിക്ക് എൻ്റെ ഏട്ടനുണ്ടായിരുന്നെങ്കിൽ എനിക്കിന്ന് ഒരുപാട് ബലമുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹത്തെ വിളിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു ജിൻഡോ ചേട്ടൻ? ഞാൻ അങ്ങനെ അവരുമായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച ആദ്യം, ഹസനോടി മന്നാടിയാർ സ്പീക്കിംഗ്. പിന്നെ ഞാൻ ആ പടമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു സൗഹൃദം കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് മാറി. പടമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മണിച്ചേട്ടൻ്റെ കൂടെ പിന്നെ ഞാൻ മണിച്ചേട്ടൻ്റെ ഇതിലേക്ക് ആയിപ്പോയി. പിന്നെ കണ്ണൻ ഞങ്ങൾ വിളിച്ചോളൂ. കണ്ണനായിട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളില്ലായിരുന്നു. മണിച്ചേട്ടനായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ അങ്ങ് പോകും. ഈ മണിച്ചേട്ടൻ അനിയൻ്റെ ഈ ഒരു കഴിവില്ല, അല്ലെങ്കിൽ അദ്ദേഹം പല ഇതിലും റാങ്ക് വാങ്ങിച്ചിട്ടൊക്കെയാണല്ലോ പാസ്സായിട്ടുണ്ടായിരുന്നത്, അതിന് വലിയ പ്രൗഡായിരുന്നു എന്നൊക്കെ? ഉറപ്പായിട്ടും പല സ്ഥലത്തും മണിച്ചേട്ടൻ മനോരമയിലൊക്കെ വിളിച്ച് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവന് എൻ്റെത് കിട്ടിയിട്ടുണ്ട്, അവന് ഇതൊന്നും ചെയ്തു കൊടുക്കണം. അത് മണിച്ചേട്ടൻ ഭയങ്കര ഇതായിരുന്നു. മണിച്ചേട്ടൻ എത്താൻ പറ്റാത്ത വിദ്യാഭ്യാസമാണെങ്കിൽ എല്ലാം കൊണ്ടും കണ്ണൻ അതിൻ്റെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അത് മണിച്ചേട്ടൻ ഭയങ്കര പ്രൗഡ് തന്നെയായിരുന്നു. എപ്പോഴും ഭയങ്കര കാര്യമായിരുന്നു, ഇഷ്ടമായിരുന്നു. മണിച്ചേട്ടൻ്റെ മകൾ ശ്രീലക്ഷ്മി, ഭാര്യ, അവരിപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ സന്തോഷത്തിലാണോ? സന്തോഷത്തിലായിരിക്കും. കാരണം അവർക്ക് അവരുടെ ഒരു സർവൈവ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അവരിപ്പം എനിക്കൊന്ന് ഡോക്ടറേറ്റിനൊക്കെ പഠിച്ച് നിൽക്കാൻ തോന്നുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അങ്ങനെ അധികം വലിയ ബന്ധമില്ല. ഞങ്ങളങ്ങനെ പോകാറില്ല അങ്ങോട്ട്. പഠിച്ചതിനുള്ള സമയത്തും അങ്ങനെ വീട്ടിലേക്ക് പോകാറില്ല. പാടിയിൽ വെച്ച് കാണും, സംസാരിക്കും. ഫാമിലിയെക്കുറിച്ച് അങ്ങനെ ചോദിക്കലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. മോളെപ്പോഴും പാടി വരുമായിരുന്നു ആ സമയത്ത്, ചെറുതായിരുന്നു. അത്ര ഉള്ളു. അല്ലാതെ ഞങ്ങളിപ്പം അവിടെ കൂട്ടുകാരോടൊക്കെ ചോദിക്കും, ഇപ്പം മോളെന്താ ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഒരു അല്ലാതെ എന്താ ഉണ്ട് കാണുന്ന ഒരു എന്താ പറയുക നല്ല രീതിയിലുണ്ടല്ലോ എന്നുള്ളവർ അറിയാൻ വേണ്ടി ഇപ്പോൾ ഡോക്ടറേറ്റ് പഠിക്കുകയാണ് മക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഈ തമിഴ് സിനിമയുടെ ക്ലിപ്പുകളൊക്കെ ഇപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലാണ്, വലിയ വ്യൂ കൗണ്ടാണ് അതിനൊക്കെ. അപ്പോൾ അതിൽ തമിഴ് ആളുകൾ തന്നെ എഴുതുന്നുണ്ട്, ഇത്രയധികം ഒബ്സർവേഷനുള്ള ഒരു ആക്ടറിനെ നമുക്ക് തമിഴിൽ പോലും കിട്ടിയിട്ടില്ല. അദ്ദേഹം ഈ ജീവികൾ അനുകരിക്കുന്നതായാലും ശരി, അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരെ അനുകരിക്കുന്നതായാലും ശരി, ഈ ഒബ്സർവേഷണൽ സ്കിൽസ് അദ്ദേഹം അവസാനം വരെയും, അതായത് അദ്ദേഹം സ്റ്റേജിൽ എത്ര നാൾ വരെ ഉണ്ടായിരുന്നു അതുവരെയും അത് കീപ്പ് ചെയ്തിരുന്നു എന്നുള്ളതല്ലേ സത്യം? അതെ 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 സത്യം. ഞങ്ങളിപ്പം ഷോയുടെ സമയത്താണ് മണിച്ചേട്ടൻ എൻട്രിയുടെ സമയത്ത് തന്നെ മണിച്ചേട്ടൻ തൃശ്ശൂർ പൂരം ലൈവായിട്ട് ചെയ്യും, പിന്നെ ആന നടക്കുന്ന ലൈവായിട്ട് ചെയ്യും. ഓഡിയൻസ് ചോദിക്കും ഇപ്പോഴും. ആ അവസാനത്തെ ഷോ വരെ പുള്ളി അത് കാണിച്ചിട്ടുണ്ട്. കാല് വയ്യാതിരുന്നപ്പോൾ പോലും മണിച്ചേട്ടൻ അത് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആന നടക്കുന്നത് സ്റ്റൈലും ബാക്ക് തിരിഞ്ഞ് നിന്നിട്ടും തൃശ്ശൂർ പൂരം ഒക്കെ അത് പുള്ളി അപ്പോഴും ആ അവസാന നിമിഷം വരെയും ആൾ അതിനുവേണ്ടി ഒബ്സർവ് ചെയ്ത് പുതിയ പുതിയ സാധനങ്ങൾ ആരെ വേണമെങ്കിലും അനുകരിക്കും, എങ്ങനെ വേണമെങ്കിലും അനുകരിക്കും. നമ്മുടെ മാനറിസങ്ങളൊക്കെ പുള്ളി ഈസി ആയിട്ട്. ഏതെങ്കിലും ഒരു വലിയ സിനിമ ഹിറ്റാവുകയും അതിലൊരു വില്ലൻ കഥാപാത്രമോ അല്ലെങ്കിൽ ഭയങ്കര കോമിക്കലായിട്ട് ഒരാളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉടനെ കമ്പാരിസൺ ആയിട്ടുള്ള കുറിപ്പുകളൊക്കെ വരും. ഇത് മണിച്ചേട്ടൻ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കലാഭവമണിയാണ് ഇവിടെയെങ്കിൽ തകർത്തേനെ എന്നുള്ളത്. ഇപ്പോൾ അന്യഭാഷ സിനിമകളായാലും ശരി, മലയാളത്തിലായാലും ശരി, ചില ആക്ടേഴ്സൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കലാഭവമണിയുടെ ട്രേറ്റ്സ് കാണാനുണ്ട്, അടുത്ത കലാഭവമണി ആവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറിപ്പുകളും കമ്പാരിസണുകളും ഒക്കെ കാണുമ്പോൾ എന്താ ജിൻഡോ ചേട്ടന് തോന്നാറ്? അല്ല, എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഓരോരുത്തർക്ക് ദൈവം ഓരോ കഴിവാണ് കൊടുത്തേക്കുന്നത്. അതിപ്പോൾ ഒരാൾ ചെയ്യുന്ന സാധനം മണിച്ചേട്ടൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടതെല്ലാം ചെയ്തു വെച്ചേക്കുന്നതാണ്. മണിച്ചേട്ടൻ ജമിനിയിലാണെങ്കിൽ പോലും തമിഴിലാണെങ്കിൽ പോലും പല മിമിക്രി ചെയ്ത സാധനം എടുത്തിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റാർ ആയത്. അപ്പോൾ മണിച്ചേട്ടൻ ചെയ്ത് ഇപ്പം പലരും മണിച്ചേട്ടൻ ഇത് മണിച്ചേട്ടൻ ചെയ്തിരുന്ന നന്നായി, മണിച്ചേട്ടൻ ചെയ്തിരുന്നെങ്കിൽ നന്നായി എന്ന് പറഞ്ഞ് മണിച്ചേട്ടൻ അത് ചെയ്തു വെച്ചേക്കുന്നുണ്ടാണ്. പക്ഷെ നമ്മളത് വേറൊരാൾ ചെയ്യുമ്പം അതിപ്പോൾ ഓരോരുത്തർ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പം നമുക്ക് മണിച്ചേട്ടൻ അത് ആ പുള്ളി കറക്റ്റാണത്. ചിലപ്പോൾ ഫിഗർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാനറിസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹൈറ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡയലോഗ് പ്രസൻറ്റേഷൻ കൊണ്ടായിരിക്കാം. പക്ഷേങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അതിപ്പോൾ എന്താ പറയുക, അത് എനിക്കങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല അതിന്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇപ്പോൾ വിഷ്ണു ഞാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ വിഷ്ണു ചോദിക്കുന്ന സ്റ്റൈല് തൃശ്ശൂർ ഇച്ചിരി സ്ലാങ് ഉണ്ട്. ഞാൻ സംസാരിക്കുന്നത് സാധാരണ ഒരു ന്യൂട്രൽ സ്ലാങ്ങിലാണ്, ഒരു ഇതാണ്. പക്ഷെ ഞാൻ കോഴിക്കോടുകാരനാണ്. എനിക്കറിയാം കോഴിക്കോട് ഭാഷ വെച്ചിട്ട് അവതരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവതാരകനാവൂല. അത് വേറെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് കറക്റ്റ് ആയിരിക്കും. ഞാൻ തുടങ്ങിയ സമയത്ത് ചിലപ്പോൾ അത് പറ്റത്തില്ല, അച്ചടി മലയാളം പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ഓരോ ഇതാണ് വ്യത്യാസങ്ങൾ. അത് എനിക്കതിൻ്റെ അത് വലിയ ഇതായിട്ട് തോന്നുന്നില്ല. കാരണം മണിച്ചേട്ടൻ ഓൾറെഡി പല ക്യാരക്ടറും ചെയ്തു വെച്ചു. ഇപ്പോൾ വരുന്ന ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അവരുടേതായൊരു കഴിവാണ്, അവർക്കും അതൊരു ഇതുണ്ട്, ഒരു സ്റ്റാർഡം ഉണ്ട്. ആ സാധനം കൊണ്ടല്ല അവർ സ്റ്റാർ ആവുന്നത്, അല്ലെങ്കിൽ അവരത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടത് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്, അത് കമ്പാരിസൺ ചെയ്യണമെന്നില്ല.